മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് തീപിടിച്ചു. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണ് കത്തിയത്. പെട്ടെന്ന് തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി. ജംഷീർ കോടിന് ഈ വിവരങ്ങൾ നൽകും. ജംഷീർ, എന്താണ് സംഭവിച്ചത്? അനീഷ, അല്പം മുമ്പാണ് ഈ കൊണ്ടോട്ടി തുറക്കലിൽ ഈ ബസ്, സ്വകാര്യ ബസ് പൂർണ്ണമായും കത്തിനശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പാലക്കാട് നിന്ന് കോഴിക്കോട്ട് പോവുകയായിരുന്ന സന എന്ന സ്വകാര്യ ബസ്സാണ് കത്തിനശിച്ചത്. നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് ആകാം ഇത് അപകട കാരണം എന്നുള്ളൊരു വിവരമാണ്. പക്ഷെ അതിനകത്ത് ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പ്രാഥമികമായ ഒരു വിവരം മാത്രമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. അല്പം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നിറയെ യാത്രക്കാരുമായി പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ അഗ്നിക്കിരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ തീ പടരുന്നത് കണ്ട ഉടൻ തന്നെ, അതായത് ഇതിന്റെ പുക ഉയർന്നത് കണ്ട ഉടൻ തന്നെ യാത്രക്കാരെല്ലാവരെയും പുറത്തിറക്കുകയായിരുന്നു. പുറത്തിറക്കിയതിനു ശേഷമാണ് പൂർണ്ണമായും തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി ബസ് പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. യാത്രക്കാരെ പുറത്തിറക്കിയത് കൃത്യസമയത്ത് തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വലിയൊരു അപകടം ഒഴിവായെന്ന്, വലിയൊരു ദുരന്തം ഒഴിവായെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ബസ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. ഒരു ഇതില്ലാതെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതേസമയം ഇതിന്റെ അപകട കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നുള്ള ഒരു വിവരമാണ് പോലീസ് നൽകുന്നത്. തുടരുക. ഇപ്പോൾ ഈ ബസിന്റെ ഡ്രൈവറായിരുന്ന അബ്ദുൽ ഖാദർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അബ്ദുൽ ഖാദർ, എന്തായിരുന്നു ആ സമയം സംഭവിച്ചത്? വണ്ടി ഞങ്ങളിവിടെ പാർക്ക് ചെയ്യാൻ കാരണം ഒരു മിസ്സിങ് വന്നു. ആ ഒരു മിസ്സിങ് വന്നപ്പോൾ വണ്ടി മുന്നോട്ട് പോകാൻ കഴിയില്ല തോന്നിയപ്പോൾ ഇവിടെ സൈഡാക്കി നോക്കുമ്പോ അതൊരു പുക വരുന്ന കണ്ടപ്പോ ഡോറൊന്നും തുറക്കാൻ കഴിയണില്ല. ചാവി ആകെ ലോക്കായി. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ചാവി ലോക്കായപ്പോ ഡോറൊന്നും തുറക്കാൻ കഴിയണില്ല. അതില് എയർ കംപ്ലീറ്റ് ചവിട്ടി ഇറക്കി, കാലുകൊണ്ട് ചവിട്ടി ഇറക്കിയിട്ടാണ് ഡോറ് തള്ളി തുറന്നിട്ട് ജനങ്ങളെ പുറത്തിറക്കിയത്. അപ്പം ഈ തീ പിടിച്ചത് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറക്കിയതിന് ശേഷമായിരുന്നോ പൂർണ്ണമായും ബസ് കത്തിയത്? ആ, അതെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് തീപിടുത്തം ഉണ്ടാവാൻ കാരണം എന്ന കാര്യത്തിലൊക്കെ ഒരു വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ്സിങ് വന്നു. അപ്പൊ തന്നെ അവിടെ സൈഡാക്കി ഇട്ടു. അപ്പൊ അത് എന്താ കാരണം നോക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പൊ ഡോറ് തുറക്കുമ്പോ ഡോറ് തുറയണില്ല. ആകെ ചാവി മൊത്തം ലോക്കായി. അപ്പൊ ഒരു ഡോറും തുറയണില്ല. അപ്പൊ ഒരു പുകയും വരുന്നുണ്ട്. അപ്പൊ ആൾക്കാർ വണ്ടിയിലായതുകൊണ്ട് വേഗം മറ്റേ നമ്മളെ ബ്രേക്ക് ചവിട്ടി ഇറക്കി, മറ്റേ നമ്മൾ ചവിട്ടി എയർ കളഞ്ഞു, ഫുൾ എയർ ഔട്ടാക്കി കളഞ്ഞിട്ട് ഡോറ് തള്ളി തുറന്നു, രണ്ട് ഡോറും. അതിൽ ആൾക്കാരൊക്കെ വെളിയിലാക്കിയിട്ട് അപ്പതിനും വണ്ടി ഏറെക്കുറെ തീയായി. അപ്പം ആർക്കെങ്കിലും ചെറിയ രീതിയിലുള്ള പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ലല്ല, ആ ജനങ്ങൾക്കൊന്നും പറ്റില്ല. അപ്പതിന് ഞങ്ങളൊക്കെ എല്ലാരും ഇറക്കി അവിടുന്ന്. ഈ ഡോർ ലോക്കായ ശേഷം എങ്ങനെയായിരുന്നു അവരെ യാത്രക്കാരെയൊക്കെ പുറത്ത് എത്തിച്ചത്? എമർജൻസി എക്സിറ്റ് വഴി അല്ലെങ്കിൽ ഡോറ് ഞങ്ങൾ എയർ ഉണ്ടെങ്കിലേ ഡോറ് തുറയുള്ളൂ. അല്ല, എയർ കംപ്ലീറ്റ് ചവിട്ടി ഇറക്കി. എയർ കംപ്ലീറ്റ് പോയാലും ഡോറ് തുറയും. അപ്പൊ എയർ ചവിട്ടി ഇറക്കി കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഡോറ് കൈകൊണ്ട് ചവിട്ടി തുറന്നിട്ടാണ് രണ്ട് വാതിൽ കൂടി ആൾക്കാരെ ഇറക്കിയത്. ഈ അപകടം സംഭവിക്കുന്ന സ്ഥലത്ത് മറ്റേ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ? നാട്ടുകാരില്ല. മറ്റേ അതൊരു ടൗൺ അല്ലാത്തൊരു ഭാഗമായിരുന്നു. വീട്ടുകാരുണ്ട്, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ആൾക്കാരൊക്കെ ഉണ്ട്. ശരി, വളരെയധികം നന്ദി അബ്ദുൽ ഖാദർ, താങ്കളുടെ പ്രതികരണത്തിന്. ജംഷീർ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? അനീഷ, അതിനകത്തൊരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസൊക്കെ ഇത് അല്പം മുമ്പാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് വ്യക്തമാവേണ്ടതുണ്ട്. ഇപ്പോഴും ആ ബസ്സിനകത്ത് തീ അല്ലെങ്കിൽ ചൂട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഡ്രൈവർ സൂചിപ്പിച്ചതുപോലെ ഈ അവസരോചിതമായ ഒരു ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവായത്. ഈ ബസ് ജീവനക്കാർ ഉടൻ ഈ പുക ഉയർന്നത് കണ്ട ഉടൻ തന്നെ ആളുകളെ പുറത്തിറക്കി എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഓട്ടോമാറ്റിക് എയർ ഡോർ ഉള്ള ബസ്സാണ്. അത് ഓട്ടോമാറ്റിക്കായി തുറക്കുന്ന, അതായത് എയറിൽ തുറക്കുന്നതാണ്. പക്ഷേ ഈ മിസ്സിംഗ് വന്നതോടെ ഈ ഡോറുകൾ തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. ഇതോടുകൂടി മാനുവലായി ഈ എയർ മുഴുവൻ കളഞ്ഞുകൊണ്ട് ആണ് ഇവരെ ആളുകളെ പുറത്തിറക്കുന്നത്. അപ്പോഴേക്കും ഇതിനകത്ത് നിന്ന് പുക വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുക വരുന്നത് കണ്ട ഉടൻ തന്നെ ഈ മാനുവലായി ഡ്രൈവർ ഈ എയർ മുഴുവൻ കളഞ്ഞതിന് ശേഷം ഡോർ പൂർണ്ണമായും തുറന്ന് ഉടൻ തന്നെ ആളുകളെ പുറത്തെത്തിക്കുക. ഈ ആളുകളെ പുറത്തെത്തിച്ചതോടുകൂടി തന്നെ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ആ തീ
പൂർണ്ണമായും ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുറക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ സമയത്ത് ആ പരിസരത്തെ ആളുകളിൽ പിന്നീട് അങ്ങോട്ടേക്ക് ആളുകൾ എത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ബസ് ആദ്യം തന്നെ ഒരു ചെറിയ മിസ്സിംഗ് കണ്ടതുകൊണ്ട് ഈ ഡ്രൈവർ ഇത് ഒരു റോഡിന്റെ ഒരു വശത്തേക്ക് ചേർത്ത് നിർത്തിയിരുന്നു, സൈഡാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ റോഡിന്റെ നടുക്കായില്ല എന്നുള്ളതുകൊണ്ടും മറ്റു വാഹനങ്ങൾ വരാത്തതുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ ആളുകളെ ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ ഉടൻ തന്നെ പുറത്തിറക്കിയത് കൊണ്ടും വലിയ ഒരു ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. തീർച്ചയായും ജംഷീർ പറഞ്ഞതുപോലെ തന്നെ ഈ ബസ് ജീവനക്കാരുടെ ഇടപെടലാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ അവരുടെ ഇടപെടലാണ് ഒരു വലിയ അപകടത്തിൽ നിന്നും ഒഴിവാകാൻ കാരണമായത്, അല്ലെ? തീർച്ചയായിട്ടും. അതായത് അവസരോചിതമായ ഇടപെടലാണ് ബസ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒന്നാമത് ഈ ബസ്സിനകത്ത് ഒരു മിസ്സിംഗ് വരുന്നു, പിന്നീട് ഡോർ തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു. പ്രധാനമായും നമുക്ക് അറിയാവുന്നതുപോലെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണ് ഡോർ തുറക്കുകയാണ് പ്രധാനം. ആ ഡോർ തുറക്കാൻ കഴിയാതെ വരുന്നു. പക്ഷേ അപ്പോൾ ഈ പുക വരുമ്പോഴും അവർ അവസരോചിതമായി മാനുവലായി എയർ കളഞ്ഞ ഡോർ തുറന്ന് മുഴുവൻ മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീ പിടിച്ചത്.